കുഞ്ഞിനെ ഒന്ന് നിശ്ചയിച്ച് തരേണ്ടതായിട്ടുള്ള കാര്യം എന്താ പിന്നെ? ആവശ്യക്കാരൻ നീ മാത്രമാണോ? അപ്പൊ രണ്ട് സന്താനങ്ങൾക്കും കൂടി പറയാനുള്ള കാര്യം എന്താ കുഞ്ഞ്? അത് ഒരേ സ്ഥലത്തിൽ വേണ്ട കാര്യങ്ങളും അവനെ ഒതുക്കുക. കുഞ്ഞിന് പ്രേതം എന്താ പറയാന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കാളിയെ കൊണ്ടൊരു ദോഷം പറയണ്ടല്ലോ സന്താനെ. സന്താനെ കാളിയെ കൊണ്ടൊരു ദോഷം ചെയ്യിച്ചിട്ടുണ്ടല്ലോ ഒരു പെൺസന്താനം. അപ്പൊ പിന്നെ കുഞ്ഞ് വേണ്ട കാര്യങ്ങൾക്കൊക്കെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കും വെള്ളിക്ക് കുഞ്ഞ് അറിയില്ല. കർമ്മത്തിന് ഇറങ്ങിത്തിരിക്കുന്ന രണ്ട് സന്താനങ്ങളും വലങ്ങളെ ഒരുമിച്ച് വെക്കുകയാണ് ചെയ്യുക. വേണ്ട വിധം കാര്യങ്ങൾക്ക് മാമിന് സങ്കല്പാദി കാര്യങ്ങളൊക്കെ ചെയ്ത് മാമിനൊരു അതിസങ്കല്പം വെച്ച് വേണ്ട കാര്യങ്ങൾക്ക് പ്രവർത്തിക്കാൻ നിശ്ചയിക്കുക. വേണ്ട കാര്യങ്ങൾക്ക് നാം ഇറങ്ങി പ്രവർത്തിച്ചെന്നുള്ളതാണ്. അനുഭവം കൊണ്ട് ബോധ്യം വന്നെങ്കിൽ മാത്രം വേണ്ട വിധം കാര്യങ്ങള് മാമിനോട് ഓഹരിപ്പിച്ചാൽ മതി. ബോധ്യം വന്നു കഴിഞ്ഞാൽ മാത്രം കാര്യം നടന്നില്ലേ മാമിന് വെള്ളിയും വേണ്ട. പൂജയാ ആ തട്ടകത്തിരിക്കുന്ന ദേവീ ക്ഷേത്രത്തിൽ പോയി കാളിക്ക് മുത്തർക്കി കളയാൻ നിശ്ചയിക്കുക. ആ ദേവീ ബന്ധനം നിൽക്കുമ്പോ കർമ്മർക്കില്ല കുഞ്ഞ്. ആ കർമ്മസങ്കല്പം ചെയ്ത് ആ കർമ്മം മുത്തർക്കി കളയാൻ നിശ്ചയിക്കുക. മറ്റുള്ള കാര്യങ്ങൾക്ക് നാം ഒപ്പം നിന്ന് പ്രവർത്തിച്ചെന്നുള്ളതാണ്.